ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഡ്രൈവിംഗ് ടിപ്സിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാജേഷ് ടി കോലത്തുകൾ ബ്ലോഗ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റോഡിലൂടെ ഒരു വാഹനത്തിൻ്റെ സൈഡ് ചേർന്ന് അല്ല ഓരം ചേർന്ന് എന്താ പറയുക ഉള്ള ഒരു യാത്ര എങ്ങനെയെന്ന് നോക്കാം. അവർ എത്രത്തോളം കൃത്യത പാലിക്കുന്നു, നമ്മൾ എത്രത്തോളം അത് പാലിക്കണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ സ്വന്തം രാജേഷ് ടി കോലത്തുവയൽ. എൻ്റെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാജേഷ് ടി കോലത്തുവയൽ ബ്ലോഗ്. എൻ്റെ ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു റോഡിൽ കാണുന്ന ലൈൻ കാണുന്നില്ലേ? ഇതാ ഈ സൈഡിൽ ഇപ്പോൾ ഒരു വാഹനത്തിന് പോകേണ്ട ഒരു ലൈൻസാണുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളൊരു വാഹനം ഓട്ടുമ്പോൾ ഇതിപ്പോൾ വൺ വേ റോഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിയുന്നത് ഒന്നിക്കിൽ ഇടതുവശം ചേർന്ന് പോവുക, അല്ലെങ്കിൽ വലതുവശം ചേർന്ന് തീർച്ചയായും പോകണം. കാരണം രണ്ട് വാഹനം തീർച്ചയായും കിടന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് വാഹനം വരാനില്ലെങ്കിലും സൈഡിലൂടെ വാഹനം എപ്പോഴും പോകാനുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നിക്കിൽ ഞങ്ങൾ പോകുമ്പോൾ ഇടത് ലൈനിന് ചേർന്നിട്ടും അല്ലെങ്കിൽ വലത് ലൈനിൽ. അപ്പോൾ ചിലപ്പോൾ ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ ഇടതുവശത്തേക്ക് കൂടിയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും ഇടതുവശം ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ടോ എന്ന്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ, ഇത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇതുപോലത്തെ വൺ വേ റോഡിൽ തീർച്ചയായും ചെയ്യാം. അപ്പോൾ നമ്മളെന്ത് വേണം, ഒന്നിക്ക് ഞങ്ങളുടെ ഇടതുവശം മാത്രം ചേർന്ന് പോകും. അപ്പോൾ എന്താവും, വലത് വരുന്ന വാഹനത്തിന് തീർച്ചയായും പോകുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും മിററിലൂടെ നമ്മളിത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ വാഹനം വരും. നമ്മുടെ കണ്ണുകൾ റോഡിൽ വാഹനം ഓടിച്ച് പോകുമ്പോൾ എപ്പോഴും നമ്മളെ രണ്ട് ഭാഗവും, അതായത് ലെഫ്റ്റും റൈറ്റും അതുപോലെ സെൻട്രലും മിററിൽ എപ്പോഴും നമ്മളെ ബാക്ക് ശ്രദ്ധിക്കണം. എവിടെ ഇതായാലും നമ്മൾ എത്ര ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസിലായാലും നമ്മുടെ ശ്രദ്ധ മിററിൽ വേണം. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഇടതുവശത്തേക്കൂടെ ചില സമയത്ത് പെട്ടെന്നുള്ള ബൈക്കിൻ്റെ കയറ്റം. ഇപ്പം നോക്കൂ, ഒരു പോലീസുകാരും അദ്ദേഹം ഇടതുവശത്തേക്കൂടെയാണ് പോയത്. അദ്ദേഹം മിഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്താ ഗുണം, നല്ലൊരു ബ്ലോക്കുള്ള സമയത്ത് ഇടതുവശം ചേർന്ന് പോകുമ്പോൾ വലതുവശത്തെ പോകേണ്ടവർക്ക് അങ്ങ് പോകാം. അല്ലെങ്കിൽ നമ്മൾ വലതുവശത്തേക്കൂടെ പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഒരു റോഡിൽ വലതുവശത്തെ റോഡിലേക്ക് നമുക്ക് ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വേണം, വലതുവശത്ത് തന്നെ പോകണം. കാരണം എന്നാൽ പെട്ടെന്ന് നമുക്ക് റൈറ്റിലോട്ടേക്ക് തിരിയുമ്പോൾ അവിടെ ഗതാഗത തടസ്സങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ അശ്രദ്ധ വളരെ, നമ്മളത് ഒരു റോഡിലെ ശ്രദ്ധ, അതാണ് നമുക്ക് ഒരു പരിധിവരെ വാഹന അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം. ഒരു ബസ് പോകുന്നത് ഇത് നോക്കും. കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലത്ത് ഭാഗത്ത് പോകാൻ സൗകര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് റോഡിന് വീതി കുറഞ്ഞ ഒരു ഏരിയയിലൂടെയാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. കുറച്ചുകൂടി 2 വാഹനം 3 വാഹനം പോകേണ്ട 2 ട്രാക്കുള്ള റോഡിലാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് റോഡ് വീതി കുറവാണ്. എന്നാലും നമ്മളൊരു വാഹനം ഓടുമ്പോൾ പാലിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നമ്മൾ 100% പാലിക്കണം. നമ്മുടെ ഓരോ കടമ നിറവേറ്റലും നമ്മളെ ഒരു ഉത്തരവാദിത്തം പാലിക്കലുമാണ് മറ്റുള്ളവരും അത് നടപ്പാക്കേണ്ടത് തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ അവരെന്തൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഒന്നും നടപ്പാവില്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെയായിരിക്കും മറ്റുള്ളവർ. എല്ലാവരും സ്വയം ചിന്തിച്ചാൽ മാത്രമേ റോഡിലെ ഉത്തരവാദിത്തങ്ങളും റോഡിലെ അപകടങ്ങൾ കുറക്കാനും നമുക്ക് ഒരു പരിധിവരെ കാരണങ്ങളാവും. ഡ്രൈവിംഗ് ടിപ്സിൽ ഇന്നത്തെ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു റോഡിൽ ഇതേപോലെ ലൈൻസൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം എന്നുള്ളത്. നിങ്ങളിതിപ്പോൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ, വാഹനം പോകുന്നതിൻ്റെ രീതികളൊക്കെ മനസ്സിലായില്ലേ? തീർച്ചയായും അടുത്തൊരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ രാജേഷ് ടി കോലത്തുവലെത്തും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, ശുഭദിനം.